കേരളപ്പിറവി ദിനത്തിൽ അതിദരിദ്രരില്ലാത്ത കേരളത്തെ പ്രഖ്യാപിക്കാനുള്ള നടപടികളാണ് സർക്കാർ നടത്തുന്നതെന്ന് മന്ത്രി ജി.ആർ. അനിൽ. ആലപ്പുഴയിൽ നടക്കുന്ന CPI സംസ്ഥാന സമ്മേളനത്തിന്റെ വിജയത്തിനായി ചാരുമൂട് മണ്ഡലം തല സ്വാഗത സംഘ രൂപീകരണ യോഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. ഇന്ത്യയിൽ അതിദരിദ്രരില്ലാത്ത ഒരേ ഒരു സംസ്ഥാനമായി കേരളം മാറും. സമ്പന്നരെ കൂടുതൽ സമ്പന്നരാക്കുന്ന സർക്കാരാണ് ഇന്ന് രാജ്യം ഭരിക്കുന്നത്. 200-ലധികം വരുന്ന ശതകോടീശ്വരന്മാരുടെ കയ്യിലാണ് 40% സമ്പത്തുമുള്ളത്. നീതി ആയോഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഒന്നാമതെത്തിയത് LDF സർക്കാരിന്റെ പ്രവർത്തനം മൂലമാണെന്നും മന്ത്രി ജി.ആർ. അനിൽ പറഞ്ഞു. ചാരുമൂട്ടിൽ CPI സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായുള്ള മണ്ഡലം തല സ്വാഗത സംഘ രൂപീകരണ യോഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. നമ്മുടെ സംസ്ഥാനത്ത് അതിദരിദ്ര കുടുംബങ്ങൾ ഇവിടെ ഇരിക്കുന്ന ആരും കാണില്ല. ഒരാൾ കാണില്ല, ഒരു ദരിദ്ര വിഭാഗമായി കാണുന്ന ആ പട്ടികയിൽ ഉൾപ്പെടുത്താവുന്ന ഒരു കുടുംബമാണ്. അതിദരിദ്ര കുടുംബങ്ങൾ നമ്മൾ പരിശോധിക്കുമ്പോൾ കേന്ദ്ര ഗവൺമെന്റിന്റെ നീതി ആയോഗിന്റെ കണക്കനുസരിച്ച് 0.43% ആണ്. 1% അല്ല 2% താഴെ. അത് നമ്മൾ സർവേ നടത്തുമ്പോൾ അത് വളരെ വലിയ വ്യത്യാസമില്ല. ഈ ഗവൺമെന്റ് ചുമതലയെടുത്ത് ഞങ്ങളെല്ലാം മന്ത്രിമാരായി സത്യപ്രതിജ്ഞ ചെയ്ത് ഗവർണറുടെ വീട്ടിലെ സർക്കാരും കഴിഞ്ഞ് കൂടിയ ആദ്യ ക്യാബിനറ്റിലെ ഒരേ ഒരു അജണ്ട അതിദരിദ്ര വിഭാഗങ്ങളെ കണ്ടെത്തി അതിനാവശ്യമായ നടപടിയിലേക്ക് പോകേണ്ട ഫയലാണ്. മണ്ഡലം സെക്രട്ടേറിയറ്റ് അംഗം പി. തുളസീധരൻ അധ്യക്ഷത വഹിച്ചു. മണ്ഡലം സെക്രട്ടറി M. മുഹമ്മദ് അലി, ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി അഡ്വക്കേറ്റ് S. സോളമൻ, KG സന്തോഷ്, N. രവീന്ദ്രൻ, D. രോഹിണി, V. അനിൽകുമാർ, KN. ശിവരാമപിള്ള, R. രാജേഷ്, സലീം പനത്താഴ, K. കൃഷ്ണൻകുട്ടി, അനു ശിവൻ, ആദർശ് തുളസീധരൻ തുടങ്ങിയവർ പങ്കെടുത്തു. N. രവീന്ദ്രൻ ചെയർമാനായും M. മുഹമ്മദ് അലി കൺവീനറായുമാണ് സ്വാഗത സംഘം രൂപീകരിച്ചത്. ന്യൂസ് ബ്യൂറോ, ചാരുമൂട്.